Hi friends, welcome to a brand new episode of Breaking the Fourth Wall with AJ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി എടുത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ഇൻസ്പയർ ആയിട്ട് ഉള്ള ഒരു സിനിമയാണ്. 2016 മൈക്കൽ ബേയുടെ ഡയറക്ഷനിൽ 13 Hours എന്ന പേരിൽ ഇറങ്ങിയ ഈ സിനിമ, ചിലയിടത്ത് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബംഗാസി എന്നുമുണ്ട്. 2014 മിച്ചേൽ സൂക്കോഫ് ഇതേ പേരിൽ തന്നെ എഴുതിയ ഒരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്. അത് യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കി എഴുതിയ ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. 2012 ലിബിയയിൽ ബെങ്കാസി എന്ന് പറയുന്ന സ്ഥലത്ത് 13 മണിക്കൂർ ഇടതടവില്ലാതെ എനിമി മിലിറ്റൻസിൻ്റെ ഗൺ ഫൈറ്റിനോട് പൊരുതി നിന്ന കുറച്ച് പട്ടാളക്കാരും ഒരു CIA കേന്ദ്രീകരിച്ചുള്ള കുറച്ച് പട്ടാളക്കാരുടെ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനിമയുടെ സിനോപ്സിസ്. US ആർമി വെറ്ററനായ ജാക്ക് സിൽവ ഈ പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്ടേഴ്സായ ഗ്ലോബൽ റെസ്പോൺസ് സ്റ്റാഫ് അഥവാ GRS എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ലിബിയയിലേക്ക് വരുന്നു. ധാരാളം മിലിറ്റന്റ് ഗ്രൂപ്പ്സ് അടങ്ങിയ വൺ ഓഫ് ദ ഡേഞ്ചറസ് പ്ലേസസ് ഇൻ ദ വേൾഡ് ആണ് ലിബിയ. ഗദ്ദാഫി ഭരണകൂടം അട്ടിമറിച്ചതിന് ശേഷം ആ രാജ്യം മൊത്തം ഒരു അരക്ഷിതാവസ്ഥയിലാണ്. ഇവിടെ US ഒരു ആർമി ബേസ് ഉണ്ടായിരുന്നു. US അവിടെ നിന്ന് പിൻവാങ്ങി മിക്ക വിഭാഗങ്ങളും തിരിച്ചു പോയി. ആകെ CIA ഒരു ബ്ലാക്ക് സൈറ്റ് മാത്രമേ ഉള്ളൂ. അനക്സ് എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൽ മേജറും അവിടുത്തെ സ്റ്റാഫ്സിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പിനെ വിളിച്ചിരിക്കുന്നത്. ഇതിന് ജാക്കിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് ജാക്കിൻ്റെ ഫ്രണ്ടായ ടൈറോൺ ആണ്. ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് നയതന്ത്ര കാര്യങ്ങൾക്കായിട്ട് US അംബാസിഡർ ക്രിസ് സ്റ്റീവൻസ് ലിബിയ സന്ദർശിക്കുന്നത്. GRSൻ്റെ ഇനീഷ്യൽ റിപ്പോർട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ വരവും ഇദ്ദേഹത്തിൻ്റെ താമസത്തിനായി തയ്യാറാക്കിയ സ്ഥലവും ഒട്ടും തന്നെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. ഇതെല്ലാം അവർ പറഞ്ഞെങ്കിലും ഈ ക്രിസ് സ്റ്റീവൻസ് വരുന്നു. ഇവർ വന്ന് ആ ഒരു ലിബിയയിലുള്ള ഭരണകൂടത്തിലെ താൽക്കാലിക ഗവൺമെൻറ്റിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവം നടക്കുകയാണ്. ഇവിടെ പല പല മിലിറ്ററി ഗ്രൂപ്പ്സുകൾ ഇവിടെ നാട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ CIA കൂറ് കാണിക്കുന്ന 17th February മാർഷൽ ബ്രിഗേഡ് അഥവാ 17th Feb എന്ന ഷോർട്ട് നെയിമിലുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇവർക്കുള്ള ലോക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പ്രൊമൈസ്. എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലും ഫ്രീഡം കൊടുക്കണമെന്നുള്ള ഒരു യൂസ്ലെസ് ക്രൂസൈഡിൻ്റെ അമരക്കാരനാണ് അമേരിക്ക. അപ്പോൾ ഈ അമേരിക്കൻസിൻ്റെ ഈ ഒരു ആശയത്തോട് പൊതുവേ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്ക് താല്പര്യമില്ല. ചെറിയൊരു രീതിയിലുള്ള ഒരു പ്രകോപനം പോലും വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാം. അത്തരത്തിൽ പൊട്ടാറായി നിൽക്കുന്ന ഒരു ബോംബ് പോലെയുള്ള ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഈ US അംബാസിഡറിൻ്റെ വിസിറ്റ് എന്തുകൊണ്ട് ഒഴിവാക്കണമെന്നുള്ളൊരു ആശയം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഇദ്ദേഹം വരുന്നു. September 11 നമുക്കറിയാം വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതിൻ്റെ ആ ഒരു അനുസ്മരണ ദിവസമാണ്. ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളും അവിടെ ഇവിടെയായിട്ടൊക്കെ വളരെയേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് അധികം വൈകാതെ ഇത്തിരി മൂർധന്യാവസ്ഥയിലേക്ക് എത്തും എന്നൊരു ചിന്ത ഈ പറയുന്ന GRS ഗ്രൂപ്പിനും CIA ബ്ലാക്ക് സൈറ്റിലുള്ള ആൾക്കാർക്കും തോന്നി തുടങ്ങി. വിചാരിച്ചതുപോലെ സന്ധ്യയോടടുത്തപ്പോഴേക്കും 17th February എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പ്സിൻ്റെ നോർമൽ ബ്ലോക്കേഡ്സും അവിടുത്തെ ഏജൻസിനെ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് വേറൊരു മിലിറ്റന്റ് ഗ്രൂപ്പ്സ് മുന്നോട്ട് വരികയും US കീഴിലുള്ള സകല സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ അംബാസിഡർ താമസിക്കുന്ന ആ വില്ല അല്ലെങ്കിൽ ആ കാസിൽ അതവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് GRS ടീം ആദ്യം ഇവിടെ പോയി വിന്യസിച്ച് ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷേ വേണ്ടത്ര ബാക്കപ്പ് മിലിറ്ററി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ GRS ആണ് ആകെയുള്ള ബാക്കപ്പ്. അതുകൊണ്ട് CIA ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവം രൂക്ഷമാവുകയും അധികം വൈകാതെ ഈ അനക്സ് എന്ന് പറയുന്ന ഈ ലൊക്കേഷനെതിരെയും അറ്റാക്ക് വരുന്നു. ഈ അറ്റാക്കിനെ പ്രതിരോധിച്ചു കൊണ്ടുള്ള ഇവരുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റാൻഡാണ് ഈ സിനിമയുടെ മെയിൻ കൺസെപ്റ്റ്. ഞാൻ അധികം പറഞ്ഞ് സിനിമയെ നിങ്ങൾക്ക് വേണ്ടി സ്പോയിൽ ചെയ്യുന്നില്ല. ബാക്കി നിങ്ങൾ നേരിട്ട് കാണുക. ഇനി സിനിമയുടെ കാസ്റ്റ്.
ജാക്ക് സിൽവ എന്ന എക്സ് നേവി സീൽ ഓപ്പറേറ്റീവായി ഇംഗ്ലീഷ് ആക്ടർ ജോൺ ക്രസൻസ്കി വരുന്നു. ജോൺ ക്രസൻസ്കിയെ നമുക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ജാക്ക് റയൻ എന്ന സീരീസിലെ ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്നത് ജോൺ ക്രസൻസ്കിയാണ്. ഇതേ കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന എ ക്വയറ്റ് പ്ലേസ് എന്ന ഹൊറർ മൂവിയും അത്യാവശ്യം ക്രിട്ടിക്സിൻ്റെ റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ട്. ജാക്കിൻ്റെ കൂട്ടുകാരൻ ടൈറോണായി ജെയിംസ് ബാഡ്ജ് ഡെയിൽ വരുന്നു. ജെയിംസ് ബാഡ്ജ് ഡെയിൽ അദ്ദേഹവും നമുക്ക് സുപരിചിതനാണ്. അയൺമാൻ 3യിലെ വില്ലനായ ക്രില്ലിയൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിട്ടുള്ള ആളാണ് ജെയിംസ് ബാഡ്ജ് ഡെയിൽ. ഇവരെ കൂടാതെ പാബ്ലോ ഷ്രൈബർ, മാക്സ് മറ്റീനി, ഇതെല്ലാം കഴിഞ്ഞ് US അംബാസിഡർ ക്രിസ്റ്റഫർ സ്റ്റീവൻസായി മാറ്റ് ലെഷറും വേഷമിടുന്നു. ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട കാസ്റ്റ് എന്ന് പറയാം. ഇനി ഈ സിനിമയുടെ ടെക്നിക്കൽസ്. സിനിമയുടെ ടെക്നിക്കൽസ് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് ആക്ഷൻ ജോണറിലുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എഡിറ്റിങ്ങും വളരെ ബ്രൈറ്റായിട്ടുള്ള ഫ്രെയിമുകളും കളർ പാലറ്റ്സിൽ യെല്ലോ കളർ ടോണിലുള്ള ആ ഒരു ഫ്രെയിംസിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ മൂവീസിൻ്റെ സ്ഥിരം കളർ ടോൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇത് കൂടാതെ സൗണ്ട് മിക്സിങ്ങും ഈ സിനിമയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ആ ഒരു മ്യൂസിക്കിനോട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകനിൽ ഓരോ രംഗവും വളരെയധികം ഉദ്വേഗം ജനിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നമ്മൾക്ക് തുടക്കത്തിലുള്ള കുറച്ച് രംഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വൺസ് ദ റയറ്റ് ഹാപ്പനിങ്, പിന്നീട് സിനിമ വളരെ സ്പീഡിലാണ് പോകുന്നത്. റയറ്റ് രംഗങ്ങളും തുടർന്നുള്ള ഗൺ ഫൈറ്റ് രംഗങ്ങളും ഓരോ ടാക്റ്റിക്കൽ അപ്രോച്ച് എല്ലാം തന്നെ വളരെ നല്ല രസകരമായിട്ട് തന്നെ, അതായത് ഓരോ നിമിഷം നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി എടുത്ത് പറയേണ്ടത് മൈക്കൽ ബേ എന്ന ഡയറക്ടറെ പറ്റിയാണ്. ഹോളിവുഡ് മൂവീസിലെ ആക്ഷൻ്റെ ഉസ്താദ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഡയറക്ടറാണ് മൈക്കൽ ബേ. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ആക്ഷൻ മൂവീസും നമുക്ക് സുപരിചിതമാണ്. ബാഡ് ബോയ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ലൈക്ക് വൈസ്. പൊതുവേ ആക്ഷൻ രംഗങ്ങളോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ വളരെ ഗ്രാഫിക്കൽ സയൻസ് ഫിക്ഷൻ ലെവലിലുള്ള സിനിമകൾ, അതും അല്ലെങ്കിൽ പേട്രിയോട്ടിസം, ഈ 3 കൺസെപ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ പോവുക. കുറഞ്ഞതൊരു 8-10 പൊട്ടിത്തെറിയെങ്കിലും ഈ സിനിമയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏകദേശ ഐഡിയ ഒരു ആവറേജ് തെലുങ്ക് മൂവിയോട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. എന്നാലും ഇദ്ദേഹത്തിൻ്റെ പേട്രിയോട്ടിക് ആറ്റിറ്റ്യൂഡിലുള്ള സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ വളരെ ഫേമസ് ഫ്രാഞ്ചൈസായ ട്രാൻസ്ഫോമേഴ്സും ടീനേജ് മ്യൂട്ടൻ്റ് നിഞ്ച ടർട്ടിൽസും, ഇത് രണ്ടും എടുത്ത് നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് പേഴ്സണലി ആ സിനിമ ഇഷ്ടമല്ല. നമ്മൾ ഫേമസ് ആയിട്ടുള്ള റേറ്റിംഗ് സൈറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പോലും അതിലും വളരെയധികം റേറ്റിംഗ് കുറവാണ് ഈ സിനിമയിൽ. ഫാൻസിൻ്റെ ഇടയിൽ പോലുള്ള ഒരു സംസാരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി റൂയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് ടു മൈക്കിൾ ബേ. ഈ ഒരു ആശയത്തിലാണ് ഫാൻസ് പോലും ഇതിനോട് പറയുന്നത്. എന്നിരുന്നാലും 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബെങ്കാസി എന്ന സിനിമ വളരെ അടിപൊളിയായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ലെവലിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആക്ച്വലി ശരിക്കും സംഭവിച്ചതാണെന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു രംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഇത് ശരിക്കും നടന്നതാണോ എന്ന് പോലും നമ്മളൊന്ന് വിസ്മരിച്ചു പോകും. അതുമാത്രമല്ല, സിനിമയുടെ അവസാനം ഇവർക്കൊരു ഹൊമാഷ് അർപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പട്ടാളക്കാരെയും അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള രംഗങ്ങളെല്ലാം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഇനി പറയേണ്ടത് ഈ സിനിമയുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. പൊതുവെ ഫോറിൻ സോയിലിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന സിറ്റിസണിൽ ഒരു പ്രമുഖ രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻസിനാണ് ഫോറിൻ സോയിൽ ഇത്ര അധികം ഭീഷണി നേരിടുന്നത്. എന്നിട്ടും ഇവർക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം, രാജ്യം അവർക്ക് വേണ്ടി ചെലവാക്കുന്ന സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവർക്ക് എന്തൊരു ധൈര്യത്തോടു കൂടിയും ഏത് രാജ്യവും വേണമെങ്കിലും സന്ദർശിക്കാം എന്ന് നമുക്ക് ഒരു പൊതുവെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. മാത്രമല്ല, മോഡേൺ വേൾഡിൽ എന്ത് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു അമേരിക്കക്കാരനായിരിക്കും, അല്ല അമേരിക്കൻ എന്ന് പറയുന്ന ആ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ ചിന്താഗതി ആയിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പൊതുവേ ഉണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇസ് നോട്ട് സേഫ് എനിവേ. മാത്രമല്ല, നിങ്ങൾ സിനിമ ആയിക്കോട്ടെ സംഭവം ആയിക്കോട്ടെ, ഒരു അമേരിക്കനെ അപ്രിഹെൻഡ് ചെയ്തിട്ടുള്ള അമേരിക്കൻ ബ്ലഡ് എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിറ്റാലിയേഷൻ അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസ് വളരെ ക്വിക്കായിരിക്കും. എന്നിട്ടും
ഇവിടെ 13 മണിക്കൂറോളം ഇവർ പടപൊരുതി നിന്നിട്ടും ഒരു പ്രോപ്പർ അമേരിക്കൻ ബാക്ക് സപ്പോർട്ടോ ഒരു എയർ സപ്പോർട്ടോ ഒന്നും ലഭിക്കുന്നില്ല. ഇത് ഒരു ചോദ്യം ചിഹ്നം ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2016 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് ഇതേ ചോദ്യചിഹ്നം തന്നെയാണ് ഹിലരി ക്ലിൻ്റനെ പോഡിയത്തിന് മുന്നിൽ നന്നായിട്ട് വിയർപ്പിച്ചത്. കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു ഹിലരി ക്ലിൻ്റൺ. ഹിലരി ക്ലിൻ്റൻ്റെ ആ ഒരു നേതൃത്വത്തിലാണ് ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായത്. അന്നേരം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ 2-3 അമേരിക്കൻ സോൾജേഴ്സ് ഈ ഒരു ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട്. അതിന് ആ ഒരൊറ്റ കാരണത്തിൻ്റെ പുറത്ത് ഈ ഒരു സംഭവം കൂടുതൽ വിശകലനം ചെയ്തും കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടും ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോയി. പിന്നീട് മനസ്സിലായത് ഇത് പല രീതിയിലും പല ലെവലുകളിലായിട്ട് കോംപ്രമൈസായി ഒതുക്കി തീർത്തു. ബട്ട് ഇറ്റ് എൻഡഡ് അപ്പ് ഹിലറി ലൂസിങ് എഗെയിൻസ്റ്റ് ട്രംപ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. സംഭവത്തിൻ്റെ പിന്നിൽ ഇത്രയധികം ചരിത്ര കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ നിർണായകമായ ഇൻസിഡൻസും ഉണ്ടെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെയേറെ ഉദ്വേഗഭരിതമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ യോണറിലുള്ള ഒരു സിനിമയാണ് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബെങ്കാസി. സോ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.